പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ ദൈവമേ, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു, നന്ദി പറയുന്നു. കർത്താവെ, കഴിഞ്ഞൊരു രാത്രികാലം കർത്താവിൻ്റെ ചിറകിൻ കീഴിൽ ഞങ്ങളെ ഓരോരുത്തരെ അണച്ച് നല്ല ഉറക്കം തന്ന് അനുഗ്രഹിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. പിതാവേ, ഈ ഒരു പകൽക്കാലം ഞങ്ങളെ ഓരോരുത്തരെ അവിടുത്തെ കൃപയിൽ നടത്തിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങളെ ഓരോരുത്തരെയും കർത്താവെ ഈ 3 മണി സമയം വരെയും കരുതിയ കൃപയ്ക്കായി സ്തോത്രം. വീണ്ടും ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് അവിടെ നിന്ന് ഒരുക്കുന്നെങ്കിൽ കർത്താവിൻ്റെ ചിറകിൻ കീഴിൽ തന്നെ ഞങ്ങളെ നടത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കരുണയുടെ ഈ സമയം ഓരോ മക്കളെയും അവിടുത്തെ കരുണ കൊണ്ട് നിറയ്ക്കണമേ അപ്പാ. ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും കുഞ്ഞുങ്ങളെയും കർത്താവെ അവിടുത്തെ കൃപ കൊണ്ട് നിറച്ച് അവിടുത്തെ കരുണ ഞങ്ങളിൽ തൂകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുവചനം വായിക്കുവാനെടുത്തപ്പോൾ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം വായിച്ച് ഗ്രഹിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അതിൽ ഒരുപാട് ഉപമകൾ വഴിയാണ് പറയുന്നത്. വിതക്കാരൻ്റെ ഉപമ പറയുന്നുണ്ട്, കടുകുമണിയുടെയും പുളിമാവിൻ്റെയും ഉപമ പറയുന്നു, നീതിയുടെ രത്നത്തിൻ്റെ ഉപമകൾ പറയുന്നു. ഓരോ ഉപമയും വല്ലാതെ സ്പർശിക്കുന്നതാണ്. എന്നാൽ എന്നെ കൂടുതൽ സ്പർശിച്ചത് 13-24 മുതൽ 30 വരെയുള്ള വാക്കുകളാണ്. കളകളുടെ ഉപമ. വയലിൽ നല്ല വിത്ത് വിതയ്ക്കുന്നത് സ്വർഗരാജ്യത്തിനോട് ഉപമിക്കുന്നു. ആളുകൾ ഉറക്കമായപ്പോൾ ശത്രു വന്ന് കളകൾ വിതച്ചിട്ട് കടന്നു കളഞ്ഞു. അത് നമ്മെ ഓരോരുത്തരെയും ആണ് സൂചിപ്പിക്കുന്നത്. ഉറക്കം എന്ന് പറയുന്നത് പ്രാർത്ഥനയും നല്ല പ്രവൃത്തിയും സ്നേഹവും സന്തോഷവും ഒന്നും ഇല്ലാത്തതാണ് എന്നതാണ് കളകൾ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. പ്രാർത്ഥനയും കൂട്ടായ്മയും എളിയവരെ സഹായിക്കുന്നത് സ്നേഹവും സന്തോഷവും ഇങ്ങനെയുള്ള നല്ല പ്രവർത്തികൾ നല്ല വിത്തിനോട് ഉപമിക്കാം. കർത്താവിൻ്റെ വരവിൽ നല്ല വിത്തുകളാകുന്ന ഓരോ ജനതയും ഈശോ കളപ്പുരയാകുന്ന സ്വർഗരാജ്യത്തിൽ പ്രവേശിപ്പിക്കും. കളകളാകുന്നതും പതിരുകളാകുന്നതും ആയ ദൈവത്തോട് ചേരാത്ത ജനതകളെ തീയാകുന്ന നരകത്തിലേക്ക് എറിയപ്പെടും എന്നാണ് എനിക്ക് ഈ വചനത്തിലൂടെ കിട്ടിയ ചിന്തകൾ. കർത്താവായ യേശുവേ, ഈ 3 മണി സമയം ഓരോ ജനതയും അവിടുത്തെ തൃക്കരങ്ങളിൽ തരുന്നു. അവിടുത്തെ കരുണ നിറച്ച് ഞങ്ങളെ ഓരോരുത്തരെയും സ്വർഗരാജ്യത്തിൻ്റെ മക്കളാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാഥാ, ഞങ്ങളാരും നശിച്ചു പോകുന്ന കളകളാകാതെ വണ്ണം സ്വർഗരാജ്യത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഗോതമ്പ് പോലെ ആയിരിക്കാൻ എൻ്റെ കർത്താവായ ദൈവമേ, അവിടുന്ന് ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ സമയം എല്ലാ സ്കൂളുകളിൽ പോകുന്ന കുഞ്ഞു മക്കളെ എല്ലാവരെയും സമർപ്പിക്കുന്നു. കർത്താവിൻ്റെ ജ്ഞാനം കൊടുത്ത് മക്കളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി